പ്രതികരണമാണ് കണ്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF വിജയം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് ഉയർത്തുന്നതുകൂടിയായി. VD സതീശൻ കോൺഗ്രസിലെ മാത്രമല്ല UDFിലെ തന്നെ പ്രധാന നേതാവായി ഇതോടെ മാറി. ഇലക്ഷൻ മാനേജർ എന്ന നിലയിലുള്ള സതീശന്റെ മികവിനെ കൂടി അടയാളപ്പെടുത്തുന്നതാണ് നിലമ്പൂരിലെ വിജയം. വിജയത്തിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ ടീം വർക്കിനാണ്. ആ ടീമിന്റെ വിജയം. ഇനി എന്തെങ്കിലും നെഗറ്റീവായി സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക്. PV അൻവറിന്റെ വിലപേശലിന് മുന്നിൽ നിന്നുകൊടുക്കേണ്ടെന്ന് തീരുമാനിച്ച VD സതീശൻ നിർണായക തെരഞ്ഞെടുപ്പിൽ അബദ്ധം കാണിക്കുകയാണെന്ന് പറഞ്ഞവർ കോൺഗ്രസിലും UDFിലുമുണ്ട്. എന്നാൽ എല്ലാ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു VD സതീശൻ. PV അൻവർ വിഷയത്തിലെടുത്ത ഉറച്ച നിലപാട് കോൺഗ്രസിനുകളിൽ ആത്മവീര്യമുയർത്തി. പാർട്ടിയെ പരസ്യമായി വെല്ലുവിളിച്ച PV അൻവറിന് കോൺഗ്രസിന്റെ ശക്തി കാണിച്ചു കൊടുക്കേണ്ടതുണ്ടെന്ന വികാരം കോൺഗ്രസ് ക്യാമ്പിനെ ഐക്യപ്പെടുത്തി. പറയുന്ന ആളുമായിട്ട് ചർച്ച നടത്താൻ നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗ് നേതാവാണ്, പ്രതിപക്ഷ ഉപനേതാവാണ്. ഞങ്ങൾ ആലോചിച്ചിട്ടാണ് അദ്ദേഹം ചർച്ച നടത്തി. അദ്ദേഹം രമേശ് ചെന്നിത്തല അദ്ദേഹമാണ് ചർച്ച നടത്തിയിരുന്നത്, ലീഗ് നേതാവ്. അദ്ദേഹം ഒന്ന് പറഞ്ഞാണ് ഇനി വേണ്ട ചർച്ച, ഇനി ചർച്ചയ്ക്കില്ല, ഞാനും ഇല്ല ചർച്ചയ്ക്ക്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള യാത്രയിൽ നിലമ്പൂരിലെ വിജയം അനിവാര്യമാണെന്ന വികാരം UDF പ്രവർത്തകരുണ്ടാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞു. സ്ഥാനാർത്ഥിയോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി പൊരുതാൻ ലീഗ് അണികളെ അടക്കം ഇത് സഹായിച്ചു. ജമാഅത്ത് പിന്തുണ വിവാദം CPM മുഖ്യ ആയുധമാക്കി മാറ്റിയപ്പോഴും VD സതീശൻ പതറിയില്ല. മുഖ്യമന്ത്രിയുടെ മുൻ പ്രസ്താവനകളും CPM ജമാഅത്ത് ബന്ധത്തിന്റെ തെളിവുകളും ഹാജരാക്കി പ്രതിരോധിച്ചു. ജമാഅത്ത് ഇസ്ലാം ഈ വെൽഫെയർ പാർട്ടിയും UDFിന് പിന്തുണ കൊടുത്തതിനാണ് CPMന് വിഷമം. അപ്പൊ PDPയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടല്ലോ. PDPയുടെ പിന്തുണ ആർക്ക്? CPMന്. ഈ CPM സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അതിന് യാതൊരു പരിഭവവും ഇല്ല, അല്ലേ? മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും CPM നേതാക്കളുടെ മലപ്പുറത്തെക്കുറിച്ച് വിഭാഗീയ പരാമർശങ്ങളെല്ലാം ആയുധമാക്കി CPMനെ ആക്രമിക്കാനും സതീശൻ തയ്യാറായി. CPM വിവാദങ്ങൾക്ക് പിന്നാലെ പോയപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി സർക്കാരിനെ ഓഡിറ്റ് ചെയ്യിക്കാൻ പ്രതിപക്ഷ നേതാവായ VD സതീശന് കഴിഞ്ഞു. CPM ഉയർത്തിയ വിവാദങ്ങൾ പരിക്കുണ്ടാകാതിരിക്കാൻ വിവിധ സാമുദായിക വിഭാഗങ്ങളുമായി നടത്തിയ ആശയവിനിമയങ്ങളും നിർണായകമായി. കൃത്യമായ മുന്നൊരുക്കങ്ങളിലൂടെ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകരെ ആദ്യ ദിവസം തന്നെ ഫീൽഡിലിറക്കാനും VD സതീശനും ടീമിനും കഴിഞ്ഞു. അങ്ങനെ എല്ലാ അപായ സാധ്യതകൾക്കിടയിലും തന്ത്രപരമായ മുന്നേറ്റങ്ങളിലൂടെ വിജയം കരസ്ഥമാക്കാൻ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നേതൃനിരയ്ക്ക് കഴിഞ്ഞു. PV അൻവർ ഇല്ലാതെ തന്നെ UDFിനെ മികച്ച വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞതോടെ VD സതീശന്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് ഉയരുന്നതും രാഷ്ട്രീയ കേരളം തിരിച്ചറിയുന്നുണ്ട്. ഷാനു നെട്ടികുളത്തിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 നിലമ്പൂർ.